കുഞ്ഞിനെ നഷ്ടപ്പെട്ട അർച്ചന ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറുന്നു. SP-യുടെ ആൾക്കാരാണ് കുഞ്ഞിനെ കൊണ്ടുപോയതെന്ന് അർച്ചനയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന കാർത്യായനി. ഇത് നമുക്ക് ദൈവം കൈകൊണ്ട് തന്നതാ. കുഞ്ഞിനെ നിരഞ്ജനയ്ക്ക് കൊടുക്കാൻ സ്നേഹ ഫൈസിയോട് പറയുന്നു. ഉള്ള പ്രശ്നങ്ങളെല്ലാം തീരും. രാത്രി മഴ തുടരുന്നു. ഇത് ജെയിംസിന്റെ വൈഫാ. ഇതെന്റെ വൈഫ് സ്നേഹപ്രഭ. അകത്തിരിക്കാം, വരൂ. ജെയിംസ് ഡ്യൂട്ടിക്ക് പോയി അല്ലേ? പോയി സർ. എവിടെ നമ്മുടെ അതിഥി? രാവിലെ കുളിയും പാലുകുടിയും കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, ഞാൻ എടുത്തോണ്ട് വരാം. നിങ്ങൾ ഇരിക്കെ. ഇതുവരെ കുഞ്ഞിനു വേണ്ടി ആരും വന്നിട്ടില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഇത്രയും സമയം ആരെങ്കിലും കാത്തിരിക്കോ? ഇന്നലെ രാത്രി തന്നെ പരാതി സ്റ്റേഷനിലെത്തിയാന്. ഓ അച്ചുടാ, നല്ല ഓമനത്തുള്ള കുഞ്ഞല്ലേ ഫൈസി? ഇന്നലെ ഞങ്ങളാരും ഉറങ്ങിയില്ല. ഇവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാത്രിയിൽ കരഞ്ഞോ? വിശന്നിട്ടുള്ള കരച്ചിലായിരുന്നു. ആനയുടെ കുഞ്ഞിന് എന്ത് പ്രായമായി? നൂലുകെട്ട് കഴിഞ്ഞതേ ഉള്ളൂ. മാഡം വാ, എന്റെ മോളെ കാണാം. ഓ, ഇതിനൊക്കെ അറിയണേ. ജെയിംസ്, മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? ഓക്കെ, ഞാനും സ്നേഹയും നിങ്ങളുടെ വീട്ടിലുണ്ട്. താൻ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവണം. ശരി, ഓക്കെ. നോക്കൂ ഫൈസി, ഇവനെ കണ്ട സുധിയുടെ നിരഞ്ജനയുടെ കുഞ്ഞെന്നേ പറയൂലേ? ഞാനത് തന്നോട് പറഞ്ഞതല്ലേ. ഇനി എന്തിനു വെച്ച് താമസിപ്പിക്കുന്നു? അമ്മ കൂടി അറിഞ്ഞ് കുഞ്ഞിനെ വിറ്റതാണെന്നുള്ള കാര്യം ഉറപ്പായതല്ലേ? ആരും വരില്ല ഫൈസി. താൻ തിടുക്കം കാണിക്കരുത്. 2-3 ദിവസം കഴിയാതെ ഞാൻ ഒന്നിനുമില്ല. ആനയെ ഇനി അധിക ദിവസം ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ സാറേ ഉള്ളത്? എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ഇവന് നോക്കിക്കോളാം. ഭാഗ്യമുള്ള കുഞ്ഞ സാറേ, അല്ലെങ്കിൽ സാറിന്റെ കയ്യിൽ വരുമോ? വേറെ ഏതോ നാട്ടിലേക്ക് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ ഇവനെ? ആനി പറഞ്ഞത് ശരിയാ. എത്തേണ്ട കൈ തന്നെ അവൻ എത്തപ്പെടും. ഇവിടെ വേറെ ആരുണ്ട്? എന്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. കുഞ്ഞിന്റെ കാര്യം പുറത്തു പോകരുത്. ഇല്ല സർ, ഇച്ചായനത് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോവാ സ്നേഹ. ശരി. വാവേ, ഓ വാവേ, കരയില്ലേ വാവേ? ഭഗവാനെ, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണേ. ഞാൻ അനുഭവിച്ച വേദനയൊന്നും നീ കാണുന്നില്ല. ഇനിയും എന്നെ പരീക്ഷിച്ച് മതിയായില്ല. എന്നോടൽപ്പം കരുണ കാണിക്കണേ ഭഗവാൻ. കൊള്ളാം. ഇതിപ്പോ അങ്ങാടി തോറ്റേന് അമ്മയോടെന്ന പോലെയായി. സുധി സിംഗപ്പൂർ യാത്രയും വേണ്ടാന്ന് വെച്ചു. അവനിവിടെ നിന്നാലെന്താ പോയാലെന്താ? പക്ഷേ നാലാളറിയ ഒരു കുഞ്ഞിനെയും ദത്തെടുത്തുകൊണ്ട് അവൻ ഈ വീടിന്റെ മുറ്റത്ത് പോലും വരില്ല. അങ്ങനെ വന്നാൽ അവന്റെ മുന്നിൽ ഈ വാതിൽ വലിച്ചടയ്ക്കും എന്നേക്കുമായി. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, സ്വന്തം കഴിവുകേടിന് വീട്ടുകാരോടാണോ പക വീട്ടേണ്ടത്? അത് മാത്രമല്ല, അവന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല. അവനൊരു ഡോക്ടറെ കാണാൻ കൂട്ടാക്കുന്നുമില്ല. അവനെ നേർവഴിക്ക് കൊണ്ടുപോകാൻ നിരഞ്ജനയും തയ്യാറാവുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും അവൻ നമ്മളെ കബളിപ്പിക്കുകയാണോ എന്ന്. അതുമാത്രം വിശ്വേട്ടൻ പറയരുത്. അവനെ സംശയിക്കുകയും ചെയ്യരുത്. സംശയിക്കണം ജയന്തി, എനിക്ക് എങ്ങനെയാ തോന്നുന്നത്?
സംശയിക്കാമായിരുന്നു. പക്ഷേ അവന്റെ ഭാര്യ നിരഞ്ജന. അവളിൽ നിന്ന് അവൻ ഒന്നും ഒളിപ്പിച്ചു വെക്കാനാവില്ല. ഒരു കുഞ്ഞിനു വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളാ. ഇപ്പൊ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നതും അവള് തന്നെയാ. ആയിക്കോട്ടെ, അവർക്ക് എന്ത് വേണമെങ്കിലും ആവാം. അവരുടെ സ്വാതന്ത്ര്യത്തെ കൈയടത്താൻ ഞാൻ പോകുന്നില്ല. ഒന്നല്ല 3 കുട്ടികളെ ദത്തെടുത്തോട്ടെ. പക്ഷേ എന്റെ വീട്ടിൽ അതിൽ ഒന്നിനെ പോലും കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. നീ അവനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്ക്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ വീടുമായുള്ള ബന്ധം അതോടെ തീരുമെന്ന്. ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് കുഞ്ഞിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നാൽ താൻ എന്നെ വിളിക്കണം. ആ ശരി. ആരെങ്കിലും അന്വേഷിച്ച് വന്നോ ഫൈസി? ഇല്ല. ഒരു രാത്രി കഴിഞ്ഞു. ഇപ്പൊ സമയം ഉച്ച കഴിഞ്ഞ് 4 മണിയായി. ഇനി ആര് വരാനാ? കുഞ്ഞിനെ ആരെങ്കിലും തട്ടിയെടുത്തതാണെങ്കിൽ ഇന്നലെ രാത്രി പരാതി എത്തിയേനെ. അമ്മയുടെ അറിവോടെയാ കുഞ്ഞിനെ വിറ്റത്. അതല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടി പ്രസവിച്ചതോ ആവാം. രണ്ടായാലും അവർക്ക് കുഞ്ഞിനെ വേണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. നല്ല ഓമനത്തുള്ള കുഞ്ഞാ അത്. അതിനെ കണ്ടിട്ടും ഞാൻ രണ്ടാമത് പറഞ്ഞതിനാ സാധ്യത കൂടുതൽ. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അതിന്റെ അച്ഛനും അമ്മയും ഏതോ നല്ല വീട്ടിലെ ആരുടെയെങ്കിലും കൂടെ രഹസ്യമായിട്ട് താമസിച്ചിട്ട് പ്രസവിച്ചതാവും. എന്നിട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവള് പോയി കാണും. ഇടയ്ക്ക് നിന്ന് ആരോ ആവും കുഞ്ഞിനെ വിറ്റത്. കുഞ്ഞിന്റെ ശരിക്കുള്ള അമ്മ ഒരിക്കലും പോലീസിന്റെ മുമ്പിലേക്ക് വരാൻ പോകുന്നില്ല. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ആ കുഞ്ഞിനെ കണ്ട സുധിയുടെയും നിരഞ്ജനയുടെയും കുഞ്ഞാണെന്നേ ആരും പറയൂ. അവർക്ക് വേണ്ടി ദൈവം വിധിച്ചത് ആ കുഞ്ഞിനെ തന്നെയാ. വലിയ പ്രതീക്ഷയൊന്നും ഈ കാര്യത്തിൽ വേണ്ട സ്നേഹ. ഈ ലോകത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. കാര്യമൊക്കെ ശരിയാ. പക്ഷെ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനിയും ആരെയും കാത്തിരിക്കണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഇനി വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നാണെങ്കിലോ? അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? നിരഞ്ജനയെ പിടിച്ചു നിർത്താമെന്ന് കരുതി നീ ഈ വിവരം പുറത്തു പറയരുത്. കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശികൾ വന്നാ ഞാൻ അതിനെ വിട്ടുകൊടുക്കുക തന്നെ ചെയ്യും. നൊന്തുപെറ്റ ഒരു അമ്മയുടെ വേദനയോളം വരില്ല മറ്റൊന്നിനും. എന്താ രാഘവ? നീ എന്താ ഫോൺ എടുക്കാത്തത്? 2 പ്രാവശ്യം ഞാൻ വിളിച്ചതാ. നീ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കാൻ നീ എന്താ എനിക്ക് ശമ്പളം തരുന്നുണ്ടോ? നീ വിളിച്ച കാര്യം പറ. ഞാൻ കുറച്ച് തിരക്കായിട്ട് നിൽക്കുക. ഇപ്പൊ ഒരു വിവരമില്ലല്ലോടി. അർച്ചനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ഓ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും അവളെ കൊണ്ടു നടന്നോ നീയാണെന്ന്. എന്റെ ഔദാര്യം കൊണ്ടല്ലേ നീ അവിടെ ചെന്ന് കയറി ഭർത്താവ് കളിച്ചത്. നീ എന്നോട് പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്ക് നിന്നിലുള്ള വിശ്വാസമൊക്കെ അങ്ങ് പോയി. എടീ, വല്ലതും മനസ്സിൽ വെച്ചിട്ടാണ് നീ പറയുന്നതെങ്കിൽ വേണ്ട. നീ വരട്ടില്ല രാഘവ. അല്ല, പെണ്ണിന്റെ പ്രസവം കഴിഞ്ഞില്ലേടി? ആ, അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോടി? കൊച്ചിനെ ഞാൻ കൈമാറുകയും ചെയ്തു. അർച്ചന ഇപ്പൊ ചന്ദ്രയുടെ വീട്ടിലുണ്ടോ? ഇനി ആ വീടിന്റെ പടി കയറ്റത്തില്ലെന്നാ ചന്ദ്രി പറഞ്ഞത്. പിന്നെ അവളിപ്പോ എവിടെ ഉണ്ടടി? നിന്റെ വീട്ടിലോ? അവളെ കൊണ്ടു നിർത്താൻ പറ്റിയ സ്ഥലമല്ലേ. രായപ്പൻ എന്റെ വീട്ടിൽ കയറി താമസിക്കാൻ വന്നു. അയാളെ കൊണ്ട് സഖി കെട്ട് ഞാൻ ആ വീടങ്ങ് ഒഴിഞ്ഞു. എടി, അവൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാന്ന് ഒരിടത്ത് ഞാൻ കൊണ്ട് അവളെ നിർത്തിയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ വരാടി. എപ്പോ വേണേലും നിനക്ക് വരാം. വരുമ്പോ 3 ലക്ഷം രൂപ കയ്യിലുണ്ടാവണമെന്ന് മാത്രം. ഞാനേ ഇപ്പൊ കടയിലാ താമസം. നീ അങ്ങോട്ട് വന്നാ മതി. എടി, എനിക്കൊരു കേസുണ്ടടി. അതാ 2-3 ദിവസം സമയം ചോദിച്ചത്. അവിടെ ചാടിപ്പോകാതെ നോക്കിക്കൊള്ളണം. പെറ്റ് കിടക്കുന്ന പെണ്ണ് എവിടെ ചാടിപ്പോകാനാ? ഇവിടെ വന്ന് നമ്പർ ഇറക്കാനൊന്നും നിൽക്കരുത്. അതൊന്നും ഇവിടെ വില പോകത്തില്ല. നിനക്ക് വേണ്ടെങ്കിൽ അവളെ വിട്ടേരെ. അവളെ ആവശ്യമുള്ള വേറെ ആളുകളുണ്ട്. എടീ, അവളെ എന്റെ കൈ കിട്ടിയില്ലേ കളി മാറുക കർത്തിയാ നീ. അതേടാ, എനിക്കും നിന്നോട് പറയാനുള്ളത് അത് തന്നെ. പറഞ്ഞ കാശുമായി 3 ദിവസത്തിനുള്ളിൽ വന്നാൽ നിനക്ക് ഞാൻ അവളെ തരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ തെന്മലയിലെ കാറ്റ് കൊള്ളാൻ നീ വരണ്ട.
ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ, ചെന്ന് കിടക്ക. ഇപ്പൊ നിനക്ക് വിശ്രമമാ വേണ്ടത്. എന്റെ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഈ സമയത്ത് ഞാൻ വിശ്രമിക്കണം. ചേച്ചിക്കിത് പറയാൻ എങ്ങനെ തോന്നുന്നു? പിന്നെ പറയാതെ, നിന്റെ കാര്യം ഞാനില്ലാതെ പിന്നെ ആര് നോക്കാനാ? വല്ല അസുഖം വന്നാ ആശുപത്രിയിലേക്ക് കൊണ്ട് ഓടണ്ടേ? നീ അതിനുള്ള ഇട വരുത്തരുതേ. നിന്റെ പിന്നാലെ നടന്ന എന്റെ ജീവിത മാർഗവും മുടങ്ങി. ചേച്ചി എന്റെ കൂടെ ഒന്നിനും വരണ്ട. എന്നെ ഒന്ന് പോവാൻ അനുവദിച്ചാ മതി. എവിടെ പോകുന്ന കാര്യമോ നീ പറയുന്നേ? എന്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പൊയ്ക്കോളാം. അതിനിനിയും വൈകാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും നിന്റെ തലയിലോട്ട് കേറിയില്ലേ? നിന്റെ ചിറ്റപ്പൻ ഇടപെട്ട് കൊച്ചിനെ പിടിച്ചു വാങ്ങി കൊച്ചിന്റെ തന്തയുടെ ആളുകൾക്ക് കൊടുത്തു. ഇനി കേസിനോ വഴക്കിനോ പോയിട്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നത്? SP ആളുകളെ കണ്ട പരിചയമുള്ളതുകൊണ്ടാ നിന്നെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവില്ലേ? കുറച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. കുഞ്ഞിനെ വളർത്തണമെന്ന് നീ മാത്രമല്ല ഞാനും ആഗ്രഹിച്ചതാ. ഒരാൺകുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയാൻ ആർക്കെങ്കിലും മനസ്സ് വരുമോ? അതും തങ്കക്കുടം പോലൊരു കുഞ്ഞിനെ. ചങ്ങനാശ്ശേരി പോയി ഇനിയുള്ള കാലം നമുക്ക് കഴിയാമെന്ന് ഞാനും ആശിച്ചതാ. എനിക്കും ഒരു കുഞ്ഞില്ല. ഈ നാട് വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാ. എനിക്കതൊന്നും വിധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. നീ കേസെന്നും പറഞ്ഞു പോയാലുള്ള അപകടം ഞാൻ പറയാം. വിവരം അപ്പ തന്നെ SP അറിയും. നമ്മുടെ നീക്കമറിയാൻ അയാൾ കാത്തിരിക്കുക. ഇവിടുത്തെ കാര്യങ്ങൾ അയാളെ അറിയിക്കാൻ രായപ്പനുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാ SP നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കേസിന് ചെന്നാ പോലീസുകാർ 100,000 ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും എന്നറിയാലോ? നിന്റെ കുഞ്ഞിന്റെ അച്ഛനാരാണ്? നിനക്ക് പറയാതിരിക്കാൻ പറ്റുമോ? കൊച്ചിന്റെ തന്തയുടെ പേര് പറയാതെ കേസിന് പോയാലുള്ള സ്ഥിതി എന്തായിരിക്കും? നീ പിഴയാണെന്ന് അവർക്ക് മനസ്സിലാവും. നിന്റെ വായിന്ന് അയാളുടെ മോന്റെ പേര് വീണ പോലീസുകാരത് പുറത്തു പറയത്തില്ല. പക്ഷേ നിനക്കും എനിക്കും അവിടുന്ന് പിന്നെ വീട്ടിലെത്താൻ സാധിച്ചെന്ന് വരത്തില്ല. SP ആളുകൾ നമ്മളെ കൊണ്ടുപോകും. പിന്നെ നീയോ ഞാനോ പുറലോകം കാണില്ല. അയാളുടെ മോൻ പെണ്ണും കെട്ടി നല്ല നിലയിലാ ജീവിക്കുന്നത്. അവർക്ക് നീ ഒരു ബാധ്യതയാവുന്ന അയാൾക്കറിയാം. നമ്മളെ പിന്നെ അയാൾ ബാക്കി വെക്കില്ല. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവരാ കൊച്ചിനെ കൊന്നുകളയത്തൊന്നുമില്ല. നീ പ്രസവിച്ച് കൊച്ചിനെ അതിന്റെ തന്തയ്ക്ക് കൊടുത്തെന്ന് കരുതി സമാധാനിച്ചിരിക്കുന്നത് നമുക്ക് നല്ലത്. നിനക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവും. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം തന്നെയാവും. ഇവിടെ ഈ ഭാഗത്ത് എവിടെയോ ആണ് വീട്. ഒരാളിന്റെ പേര് മാത്രം പറഞ്ഞ് എങ്ങനെ വീട് കണ്ടുപിടിക്കാനാ മാഡം? എങ്ങനെയായാലും എനിക്ക് ആ വീട് കണ്ടുപിടിച്ചേ പറ്റൂ. എക്സ്ക്യൂസ് മീ, ഇവിടെ ചന്ദ്രിക എന്ന സ്ത്രീയുടെ വീട് ഏതാ? അത് 2 പെൺകുട്ടികൾ, അവർക്ക് ഭർത്താവ് മരിച്ചുപോയി. ഓ ചന്ദ്രിക, ദാ വരുന്നതാ ചന്ദ്രിക. ഹലോ, ചന്ദ്രികയല്ലേ? അതെ. ഞങ്ങള് ചന്ദ്രികയുടെ വീട് അന്വേഷിക്കുകയായിരുന്നു. വാ, വണ്ടിയിൽ കയറി നമുക്ക് ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോവാം. നിങ്ങളൊക്കെ ആരെന്നറിയാതെ? എന്റെ പേര് ഹിമ, ഡോക്ടർ ഹിമ വാസുദേവ്. എന്റെ പേര് കേട്ടപ്പോ ചന്ദ്രികയൊന്നും ഞെട്ടിയല്ലോ. എനിക്ക് നിങ്ങളെ അറിയില്ല.
പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. വാ കേറ്. ഞാൻ വരില്ല. അർച്ചനയും കുഞ്ഞും നിങ്ങളുടെ വീട്ടിലല്ലേ? അത് പിന്നെ നിങ്ങൾ കള്ളം പറയാൻ ശ്രമിക്കരുത്. അവള് വിളിച്ചിട്ടാ ഞാൻ വന്നത്. അറിയില്ല, കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാ ഞാൻ അടുത്ത നടപടിക്ക് പോകും. എന്നെ ഉപദ്രവിക്കരുത്. എനിക്കറിയില്ല അവൾ എവിടെയുണ്ടെന്ന്. നിങ്ങൾ അവളെ ഒളിപ്പിക്കാൻ നോക്കുകയാണല്ലേ? സത്യമായിട്ടും അല്ല. നിങ്ങളുടെ വീട്ടിലായിരുന്നില്ലേ അവള്? അതെ, കാർത്തിയാനി അവളെ കുറച്ചു നാളത്തേക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയത്. പിന്നെ അർച്ചനയ്ക്ക് വയ്യാതായപ്പോ കാർത്തിയാനി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ വിളിച്ചപ്പോ പ്രസവം കഴിഞ്ഞെന്ന് കാർത്തിയാനി പറഞ്ഞു. പിന്നെ ഒരു വിവരവുമില്ല. നിങ്ങളുടെ വീട്ടിലേക്കാണ് അവളെയും കുഞ്ഞിനെയും കൊണ്ടുവരുന്നതെന്ന് അർച്ചന വിളിച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ. അതിനെപ്പറ്റി എനിക്കറിയില്ല. നിങ്ങൾ കള്ളം പറയരുത്, പിന്നാലെ പോലീസ് വരും. അയ്യോ, ഞാൻ കള്ളമല്ല പറയുന്നത്. എന്റെ ഫോണിൽ നിന്നാ അവൾ ഒരിക്കൽ ഡോക്ടറെ വിളിച്ചത്. വീട്ടിൽ വന്നിട്ടാ അവളുടെ കഥകളൊക്കെ ഞാൻ അറിയുന്നതും. അവളോട് സങ്കടം തോന്നിട്ടാ ഞാൻ ഡോക്ടറെ വിളിക്കാൻ ഫോൺ കൊടുത്തത്. അവള് രക്ഷപ്പെടണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോ അർച്ചന എവിടെയുണ്ട് അത് പറ. അത് കാർത്തിയാനിയോട് കൂടെ. അവളുടെ ബന്ധു എന്ന് പറഞ്ഞാ എന്റെ വീട്ടിൽ കൊണ്ടുവന്നത്. ഈ കാർത്തിയാനിയുടെ വീട് എവിടെയാ? അതങ്ങ് തെന്മലയിലാണെന്ന് എനിക്കറിയൂ. വീടൊന്നും എനിക്കറിയില്ല. എന്നെ ഉപദ്രവിക്കരുത്. അച്ഛനില്ലാത്ത 2 പെൺകുട്ടികളുമായാ ഞാൻ ജീവിക്കുന്നത്. കാർത്തിയാനി പറഞ്ഞപ്പോ ഇതിൽ ഞാൻ ചെന്ന് പെട്ടുപോയതാ. നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ചന്ദ്രിക കാറി കയറി. നിങ്ങളുടെ വീട് വരെ വന്നിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. വാ പോവാം. കേറ്. ഇത് പറയാനാ സ്നേഹ എന്നെ വിളിച്ചതെങ്കിൽ കേട്ടു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. പറയാ, നീ എന്നെ അനുവദിക്ക്. അമ്മാളുവിന്റെ കാര്യമല്ല എനിക്ക് പറയാനുള്ളത്. നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇപ്പൊ വേറെ വിഷയവും ഇല്ല. ഉണ്ട്. നീ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നോ അത് തന്നെ. ഒരു കുഞ്ഞ്. കുഞ്ഞെന്ന് മാത്രം പറഞ്ഞാ പോരാ. പ്രസവിച്ച് 10-15 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ്. നിനക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ തരാനുള്ള ശ്രമത്തിലാ ഫൈസി. അതിനുള്ള സാഹചര്യം ഏതാണ്ട് ഒത്തുവന്നിട്ടുണ്ട്. 3 ദിവസത്തെ സമയം നീ തരണം. ഈ 3 ദിവസം കൊണ്ട് ഫൈസി ഉദ്ദേശിക്കുന്നത് എന്താ? എന്താ, നിനക്കൊരു മറുപടി തരായില്ലേ? 3 ദിവസം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ കഴിയുമ്പോ എന്തിനവധി ചോദിക്കണം? നിങ്ങൾ അതൊന്നും തെളിയിച്ചതാ. ഇപ്പൊ അതിനുള്ള സാഹചര്യം അല്ല ഉള്ളത്. നിന്നെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ലെന്ന് നീ മനസ്സിലാക്കിക്കോ. ഒരിക്കൽ നടന്നത് ചതിയല്ലാതെ പിന്നെ മറ്റെന്താ? അന്ന് കൺമുന്നിൽ ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. എന്നിട്ട് ഞാൻ കാത്തിരിക്കണോ അല്ലേ? നിന്നെ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കിപ്പോ അറിയില്ല. ഫൈസിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാത്ത വെറും മണ്ടിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഞാൻ അമ്മാളുവിനെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരരുത്. ആ ഓപ്പറേഷന് ഫൈസി പ്ലാൻ ചെയ്തത് വെറും 3 ദിവസത്തെ സമയമാ. കുഞ്ഞെന്ന പ്രലോഭനം കാട്ടി 3 ദിവസം എന്നെ പിടിച്ചു നിർത്താമെന്ന് ഫൈസി കണക്ക് കൂട്ടുന്നു. നിരഞ്ജന, നോ. നിങ്ങൾ തരുന്ന കുഞ്ഞിനെ ഇനി എനിക്ക് വേണ്ടെങ്കിലോ? അതെ, ഇനി എനിക്കൊരു കുഞ്ഞിനെ ആവശ്യമില്ല. നീ ചെന്ന് ഫൈസിയോട് പറഞ്ഞേക്ക് നിരഞ്ജനയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ആഗ്രഹം മാഞ്ഞു പോയെന്ന്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാ 4 ആളറിയേ ഒരു കുഞ്ഞിനെ ഞാൻ ദത്തെടുത്തോളാം. അതിനാരുടെ സഹായം എനിക്ക് വേണ്ട. ഇനി എന്തെങ്കിലും സ്നേഹിക്ക് പറയാനുണ്ടോ? ഇല്ല. എന്നിട്ട് ആ ഡോക്ടറും കൂടെ വന്നവരും വീട് മുഴുവൻ പരിശോധിച്ചിട്ടാ പോയത്. അർച്ചന അവരെ വിളിച്ചിരുന്നു. രാവിലെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാന്ന് അവര് ഉറപ്പും കൊടുത്തിരുന്നു. അപ്പോ എന്നെ വെട്ടിച്ചവൾ അതും ചെയ്തു. കാർത്തേനി, അവളും കൊച്ചു ഇപ്പൊ എവിടെയുണ്ട്? അതവിടെ നിൽക്കട്ടെ.
നീ ആ ഡോക്ടറോട് എന്റെ പേര് പറഞ്ഞു. പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറയാതെ തന്നെ അവർക്കെല്ലാം അറിയാം. ഞാൻ താമസിക്കുന്ന സ്ഥലം അവർക്കറിയാവോ? ഇല്ല. നീ പറഞ്ഞു കൊടുത്തോ? നീ താമസിക്കുന്ന എവിടാന്ന് ഞാനെങ്ങനെ അറിയാനാ? നീ ആ പെണ്ണിനെ കൊച്ചിനെ വെച്ച് എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപകട. നിനക്ക് നോക്കാനൊന്നുമില്ല. അതുപോലല്ല എന്റെ കാര്യം. നീ എന്നെ ചതിക്കല്ലേ കാർത്തിയാനി? ഒരു കാര്യം ചെയ്, നീ ഇങ്ങോട്ടൊന്ന് വാ, നമുക്ക് കാര്യങ്ങളൊക്കെ നേരിൽ സംസാരിക്കാം. അർച്ചന അവിടെയുണ്ടോ? അതൊക്കെ പറയാം. ആംബ്രോസ് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവരും. നീ ഒരു കാര്യം ചെയ്, ഫോൺ വെച്ചോ. നിനക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. സ്നേഹയ്ക്കൊരിക്കലും എന്നെ ചതിക്കാൻ കഴിയില്ല. അവളുടെ വരവിന് പിന്നിൽ ഫൈസിയുടെ ബുദ്ധിയാ. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നമുക്ക് തരാമെന്നും പറഞ്ഞ് ഫൈസി അവളെ എന്റെ മുന്നിലേക്ക് വിടുവോ? തിങ്കളാഴ്ച പ്രസ് മീറ്റ് നടത്തുന്ന കാര്യം താൻ അവളോട് പറഞ്ഞു? ഇല്ല, അത് നീണ്ടുപോകൂ എന്ന് തന്നെ അവർ കരുതണം. ഓർക്കാപ്പുറത്താവണം അടികിട്ടാൻ. ഫൈസി നമുക്കൊരു ശത്രുവല്ല, നല്ലൊരു ഫ്രണ്ടാണ്. വെറുതെ നമ്മളെ മോഹിപ്പിച്ച് കബളിപ്പിക്കാൻ ഫൈസി ഒരിക്കലും തയ്യാറാവില്ല. സുധി പറഞ്ഞു വരുന്നത് ഫൈസി ഒരു കുഞ്ഞിനെ നമുക്ക് കണ്ടെത്തി തരുമെന്നാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല സുധി, അതെങ്ങനെ സാധിക്കുമെന്ന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അമ്മാളുവിന്റെ കുഞ്ഞു മരിച്ചതോടെ ഫൈസി നമുക്ക് വേണ്ടി മറ്റൊരു കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിക്കാണും. ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടാവാതെ ഫൈസി സ്നേഹയെ തന്റെ അടുത്തേക്ക് വിടില്ല. ഒരു ചോര കുഞ്ഞിനെ എങ്ങനെ കണ്ടെത്താനാ? കുറച്ച് പ്രായമുള്ള കുഞ്ഞായിരുന്നെങ്കിൽ സുധി പറയുന്നത് അംഗീകരിക്കായിരുന്നു. ഏതെങ്കിലും ഓർഫണേജിൽ നിന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഫൈസി അങ്ങനെ എഴുതി തള്ളരുത്. നമുക്ക് വേണ്ടത് ഏത് പ്രായത്തിലുള്ള കുഞ്ഞാണെന്ന് ഫൈസിക്കറിയാം.